ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. കാരണം 2018 പ്രളയത്തിൽ എൻ്റെ നാടിനെ രക്ഷിച്ച സൈനികരാണ് മത്സ്യത്തൊഴിലാളി. അവരുമായിട്ട് എനിക്കുള്ള അത്രയും ഹൃദയബന്ധം മറ്റൊരാൾക്കും ഉണ്ടാകത്തില്ല. കാരണം ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ നന്ദി രേഖപ്പെടുത്താൻ കിട്ടിയ അവസരമാണ്. ഞങ്ങളുടെ പ്രതികരണമൊക്കെ പ്രശസ്തമായിരുന്നു. നന്ദി രേഖപ്പെടുത്താൻ കിട്ടിയ അവസരമാണ് മന്ത്രി എന്ന് പറയുന്നത്. ആ മന്ത്രിസ്ഥാനം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു 101% സിൻസിയറായി ആ ജനവിഭാഗത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഇഷ്യൂസിലും നമുക്ക് ഇടപെടാനും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കാരണം തീരദേശത്ത് പറഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമുണ്ടാകുന്ന സെൻസിറ്റീവായിട്ടുള്ള പ്രദേശമാണ്. ഇപ്പോൾ വിഴിഞ്ഞം ആ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 25 റൗണ്ട് ഞാൻ തുറമുഖ മന്ത്രി, ധനകാര്യമന്ത്രി, തൊഴിൽ മന്ത്രി ഒരു 25 റൗണ്ടെങ്കിലും ചർച്ച ചെയ്തതാണ്. ഞാൻ മന്ത്രി സ്ഥാനം മാറിയ സമയത്താണ് ആ സമരം നടക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞ 18 കാര്യങ്ങളും പരിഹരിക്കാനാണ് നമ്മൾ മുൻകെടുത്തത്. പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പോൾ മുതലപ്പള്ളി പ്രശ്നം നമുക്ക് അവരോടൊരു അവരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്ന് വെച്ചാൽ അവരോടൊരു വിരോധമില്ല. കാരണം അവർ കടലിൽ പോയി കഷ്ടപ്പെടുകയും പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അത്രമാത്രം പ്രയാസകരമായിട്ട് തൊഴിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്ന് ഒരു വഴക്ക് എന്നോട് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെപ്പറ്റി പേനിക്കയിലെ സമരം ചെയ്തതിനെ പറ്റി ചോദിച്ചു. നമ്മൾ ഇനിയും ചെയ്യണം, മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും അത് ആവശ്യപ്പെടണം. കാരണം അവർക്ക് സംതൃപ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അത് ആവശ്യമെങ്കിൽ അവരത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചർച്ച ഇന്നിപ്പോൾ നടന്നല്ലോ. ഇനി അടുത്ത ദിവസം ചർച്ച ചെയ്യും. അടുത്ത 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാറില്ല. പക്ഷേ പുനർഗേഹം, ഭവന നിർമ്മാണം, അതുപോലെ തന്നെ അതൊരു വലിയ മാറ്റം. കാരണം കേരളത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിയും കടൽക്ഷോഭം മൂലം അനാഥരായി വഴിയാധാരമായി ഇപ്പോൾ ഇല്ല. അതിനെ മുഴുവൻ ഞങ്ങൾ പുനരുദ്ധരിപ്പിച്ചു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഞാൻ ഈ 47 മണ്ഡലത്തിലും പോയി രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനൊരു വലിയ മുൻകൈപ്പ് എടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. യൂറോപ്പിൽ വരെ കുട്ടികളെ വിട്ടു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായ ശേഷം 2 പേരെ യൂറോപ്പിൽ വിട്ടു. 90 ലക്ഷം രൂപ ഗവൺമെൻറ് മുടങ്ങി. സാമ്പത്തിക ബുദ്ധിമുട്ട് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് അവർ രക്ഷപ്പെടത്തുള്ളൂ. സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി വലിയ വാർത്തകളൊക്കെയാണ് വരുന്നത്, വലിയ വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ സെറ്റുകളിലൊക്കെ അത്തരത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം വരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് യഥാർത്ഥത്തിൽ ഒരു ഫലപ്രദമായ ഒരു നിയന്ത്രണത്തിലേക്ക് പറയുന്നതിനപ്പുറം കൊണ്ടുവരാൻ എന്താണ് കഴിയാത്തത്? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കുള്ള നിയമം എല്ലാ മേഖലയിലും ഒരുപോലെയാണ് ബാധകമാകുന്നത്. സിനിമാ രംഗത്തിന് പ്രത്യേക ഒരു നിയമമില്ല. ഇതിനുള്ള നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു സിനിമാ പോളിസി നമുക്ക് ആവശ്യമാണ്. കുറച്ച് നിയമപരമായ ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ മേഖല എല്ലാവരുമായി നമ്മൾ ചർച്ച നടത്തി. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവരൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയൊരു കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ഒരു ഇടപെടൽ വരുമ്പോൾ, നിയമനിർമ്മാണം ഉൾപ്പെടെ പോളിസി ഉൾപ്പെടെ വരുമ്പോൾ ഈ രംഗത്ത് ഇപ്പം നിൽക്കുന്ന പല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇടത് സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാവും, സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ പൊതുവെ കേരളത്തിലുണ്ടായിരുന്നു പറയാം. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും വിമർശനങ്ങളില്ലേ? തീർച്ചയായിട്ടും ഒന്നും ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പരസ്യപ്പെടുത്തരുത്. അത് മാത്രമേ ഉള്ളൂ. കോടതിന് മുമ്പായിരുന്നു കോടതി പറഞ്ഞു. കോടതിയല്ല അതിന് മുമ്പ് തന്നെ പിന്നെ ബന്ധപ്പെട്ട ഒരു ഏജൻസി പറഞ്ഞു അത് പുറത്തു വിടണമെന്ന് പറഞ്ഞു. അത് പുറത്തു വിടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തർക്കമില്ലാതെ അത് പുറത്തു വിടാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ കോടതി മുമ്പ് ഹാജരാക്കാൻ പറഞ്ഞു. ഞങ്ങൾ കോടതി മുമ്പ് ഹാജരാക്കി. അത് പിന്നെ പൊതുസമൂഹത്തിന് കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. അതിന്മേൽ തുടർ നടപടി എല്ലാം ചെയ്യുന്നത് കോടതിയാണ്. കോടതിന് മുമ്പ് നിൽക്കുന്ന കാര്യമാണ്. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം കോടതി എടുക്കണമെന്ന് പറഞ്ഞതിൽ നോ എന്ന ആൻസർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നമ്മൾ എടുക്കാതിരുന്നിട്ടില്ല. ഞങ്ങളെ ആലപ്പുഴയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയ്ക്കൂടി ഈ BDJs രൂപപ്പെട്ട കാലത്ത് വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടുകൂടി ഉണ്ടായ BDJs ആണ്. ആ കാലത്ത് VS അച്യുതാനന്ദൻ മുന്നിൽ നിന്നുകൊണ്ട് അന്ന് പിണറായി വിജയനും ഒക്കെ അവർ രണ്ടുപേരും അതിനിശ്ചിതമായ രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം ഉന്നയിച്ചാണ് സംഘപരിവാർ അജണ്ടയിലേക്ക് അതും ഒരു പ്രത്യേകിച്ച് SNDP പോലുള്ള പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ ഇടത് പാർട്ടികൾ CPM-ഓട്ടൊക്കെ അടുപ്പമുണ്ടാവുകയും
ആ തരത്തിലേക്ക്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അടക്കം CPM-ന് ഏറ്റവും നിർണായക സ്വാധീനമുള്ള ആലപ്പുഴയായാലും താങ്കളുടെ ജില്ല ആലപ്പുഴയായാലും ആറ്റിങ്ങലൊക്കെ ആയാലും ഈ രണ്ട് സ്ഥലത്തും ഇടത് വോട്ടിൽ വലിയ തോതിലുള്ള ചോർച്ച BJP-യിലേക്ക് ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഒരു പക്ക വർഗീയത എന്ന് പറയാവുന്ന ഒരു പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതിനെ ആ തരത്തിൽ വിമർശനം ഉണ്ടാവുന്നില്ല, അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ ഒരു പാലമായി നിൽക്കുന്നത് എല്ലാ കാലത്തും സജി ചെറിയാനാണ് എന്നൊരു പുറത്ത് അങ്ങനെ എന്തായാലും ഒരു പേരുണ്ട്. ഇല്ല, വെള്ളാപ്പള്ളി സാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ നല്ല സൗഹൃദമുണ്ട്. അത് ദീർഘകാലമായിട്ടുള്ളൊരു ബന്ധം, ആലപ്പുഴ ജില്ലക്കാരനെന്നുള്ളൊരു ബന്ധം. അദ്ദേഹത്തിൻ്റെ ഒരു അറിവോടെയാണ് BDJS രൂപീകരിച്ചതെന്ന് ശരിയാണ്. പക്ഷേ CPM-ൻ്റെ നേതൃത്വം ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നുകൂടി അദ്ദേഹം അതിനകത്ത് പിന്മാറി. അതൊരു വസ്തുതയാണ്. പക്ഷേ തുഷാർ അതിൻ്റെ ഭാരമായിട്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയണോ പറഞ്ഞിട്ടോ അല്ല, അതൊരു വേറൊരു സംവിധാനം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടത് ഓർഗനൈസ് ചെയ്ത് പോയി. അതിനുശേഷം വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. ഇപ്പം 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും, പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. ഗവൺമെൻറ് ഒരുപാട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ വിമർശനം അത് ഉന്നയിക്കാറുണ്ട്. CPM-നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാറുണ്ട്, എന്നാൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. അത് സമുദായത്തിൻ്റെ നേതാവെന്ന് അദ്ദേഹം മാത്രം കണ്ടാൽ മതി. പക്ഷേ BDJS-ന് വേണ്ടി അദ്ദേഹം വാദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. BJP-ക്ക് വേണ്ടി അത്തരത്തിലൊരു വാദം ഉണ്ടാകുന്നത് BJP ഈ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇലക്ഷൻ ജയിക്കില്ല എന്ന് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, വെറുതെ മത്സരിക്കുക എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹം പറയാറുണ്ട്. അപ്പം അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള ധാരണ എനിക്കില്ല. എന്നാൽ ഇടതുപക്ഷക്കാരനാണെന്ന് ചോദിച്ചാൽ അതൊരു സമുദായ നേതാവാണ്, ഇടതുപക്ഷക്കാരനാണെന്ന് പറയാനും പറ്റില്ല, സമുദായത്തിൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളെ ആക്രമിച്ച് തകർക്കാൻ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഹീനമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഞങ്ങളെന്തിനാണ് ആ മനുഷ്യനെ മോശപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കേണ്ടതായി? ഞങ്ങളെന്തിനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ദോഷമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അല്ലെങ്കിൽ സമുദായപരമായി കൈകാര്യം ചെയ്യാൻ CPM-ന് കൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞങ്ങളുടെ നിലപാടെന്താ? അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക. അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക. ഈ നിലപാടാണ് CPM എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ചില കാര്യങ്ങൾ വന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം മറുപടിയും പറഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി ചേർത്തല അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം അതിൻ്റെ സ്വീകരണത്തിന് ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു ഉജ്ജ്വല പ്രസംഗമായിരുന്നു, കൃത്യമായ നിലപാട് പറഞ്ഞു. അതിനുശേഷം ആ പ്രസംഗത്തിൽ തന്നെ ഇന്നത്തെ വർത്തമാനകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നമ്മളെന്തിനാ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തു. ഞാൻ ഏതെങ്കിലും സമുദായത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെന്തിനാണ് അദ്ദേഹത്തിന് വെക്കിട്ട് കയറാൻ പോകുന്നത്? അപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലവിലില്ല. ഞങ്ങളും അദ്ദേഹവുമായി നല്ല സൗഹാർദ്ദത്തിൽ പോകുമ്പോൾ മറ്റു പലർക്കും ആ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഉദാഹരണം UDF-നോ കോൺഗ്രസിനോ ആ സൗഹാർദ്ദം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് UDF-ഉം കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാടാണ്.